ഹലോ ഗൈസ്, സൂക്ഷ്മദർശിനി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തുടർന്നങ്ങോട്ട് കാണണമെന്നില്ല. കാരണം ആ സിനിമ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനോ നിങ്ങൾക്ക് ദഹിക്കാനോ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. സൂക്ഷ്മദർശിനി ഡയറക്റ്റഡ് ബൈ MC ജിതിൻ. മെയിൻ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് ബേസിൽ ജോസഫ്, നസ്രീൻ നസീം, സിദ്ധാർത്ഥ് ഭരതൻ, വേറെയും കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. സോ പെർഫോമൻസ് എല്ലാം നല്ല ഡീസൻ്റ് ആയിരുന്നു. അതുകൊണ്ടല്ല എനിക്ക് പടം വർക്കാവാതെ പോയത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു ത്രില്ലർ സിനിമയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടാവും, ഒരു പേ ഓഫ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേ ഓഫ് വളരെ വീക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് 2.5 മണിക്കൂറുള്ളൊരു പടത്തിൽ 2.25 മണിക്കൂറും ഇപ്പം എന്തോ സംഭവിക്കാനിരിക്കുന്നു, എന്തൊക്കെയോ ഭീകരമായിട്ട് സംഭവിക്കാൻ പോകുന്നു, ഒരു വലുതെന്തോ കാര്യം വരാനിരിക്കുന്നുണ്ട് എന്ന് തന്നെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഇതൊക്കെ ഭയങ്കര ട്വിസ്റ്റാണ്, നിങ്ങളിത് ഭയങ്കര ട്വിസ്റ്റ് കണ്ടിട്ട് ഞെട്ടണം എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പടം എനിക്ക് വർക്കാവില്ല. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് പറ്റിയിട്ടുള്ളതും. അപ്പോൾ 2.25 മണിക്കൂർ ഞാൻ ഈ പടത്തിൽ ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവർ ഈ ബിൽഡപ്പും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല. നസ്രിയുടെ ക്യാരക്ടർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള ഒരാളാണ്. ബേസിൽ കുറച്ച് ക്രൂക്കഡായിട്ടുള്ള എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം ഒളിപ്പിക്കാൻ നടക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി എന്തൊക്കെയോ നടക്കാനിരിക്കുന്നു, ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിൽ പോകുമ്പോൾ തേങ്ങ ഉടക്കി സാമ്യമെന്ന് നമുക്ക് പറയാൻ തോന്നുന്ന തരത്തിലാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത്. അതായത് ബേസിലിൻ്റെ ക്യാരക്ടർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നസ്രിയുടെ ക്യാരക്ടർ പല കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഒന്നും എവിടെയും എത്തുന്നില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, 3 ട്വിസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് തരുകയാണ്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ റീൽസ് ടിക്ടോക്കിനൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ബ്രഹ്മാണ്ഡ ട്വിസ്റ്റൊക്കെ കാണിച്ചിട്ട് അങ്ങനത്തെ കുറേ ക്രിഞ്ച് പരിപാടി കാണിക്കുന്ന റീലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. അലമ്പാണ്, ക്രിഞ്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചില ട്വിസ്റ്റൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ, നമ്മളെന്താണ് ഇങ്ങനെ മണ്ടന്മാരാക്കണേ എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. സാധാരണ ട്വിസ്റ്റൊക്കെ കാണുമ്പോൾ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്, അത് ഞാൻ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു എന്നൊരു ഫീൽ കിട്ടുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പക്ഷേ ഇതിൽ നമ്മൾ ഭയങ്കര ട്വിസ്റ്റായിപ്പോയി. അതൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒരു ട്വിസ്റ്റിന് പുറമെ ഓരോരോ ട്വിസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോവാണ്. അപ്പോൾ ഇത്രയും നേരം നടന്ന സംഭവങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ. അതായത് ഒരു ട്വിസ്റ്റ് കാണിച്ചിട്ട് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു സ്റ്റോറി കാണിക്കും. അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. 5-ാം പാതിര എന്ന സിനിമ ഹിറ്റായതിനു ശേഷം അതേ വാർപ്പ് മാതൃകയിൽ ഒരുപാട് പടങ്ങൾ, ത്രില്ലർ പടങ്ങൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ പടം ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടിയൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ഞെട്ടണം, നമ്മളങ്ങോട്ട് സൂപ്പറാണെന്ന് പറയണം. ആ ഒരു രീതിയിൽ പോകുന്നൊരു പടം തന്നെയാണ് ഇതും. ഈ സിനിമയിൽ പെർഫോമൻസ് എല്ലാം നന്നായിട്ട് കൂടി സ്ക്രീൻ പ്ലേയിലുള്ളൊരു ഒരു എന്താണ് പറയുക, ഒരു വലിച്ചിലാണ് പടം. ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്താണൊന്നും നടക്കാത്തത് എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയാണ് അത്രയും നേരം സിനിമ ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ചെയ്യണമെന്ന് തോന്നിയില്ല, കാരണം എൻ്റെ മനസ്സ് മടുത്തുപോയി. പക്ഷേ എങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഇതിനെപ്പറ്റി പോസിറ്റീവ് പറയുമ്പോൾ ഈ പടം കണക്റ്റ് ആവാതെ പോകുന്ന ചിലരെങ്കിലും ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കെങ്കിലും ഇത് റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരുപാട് സിനിമകൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് വർക്കാവും, പക്ഷെ നമുക്ക് പേഴ്സണലി വർക്കായില്ലെങ്കിൽ അത് നമ്മൾ തുറന്ന് പറയണ്ടേ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. ഈ പടം എനിക്ക് ഒട്ടും വർക്കൗട്ടായിട്ടില്ല. ഞാനിത് പറയുമെങ്കിൽ പോലും ഇതൊരു മോശം പടമാണ്, നമ്മുടെ സമയം മെനക്കെടുത്തി നമ്മൾ വെറുപ്പിക്കുന്ന പടം എന്നൊന്നും ഞാൻ പറയില്ല. ഇത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് പടം. അല്ലാതെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മാസ്മരികമായ സിനിമ വേറൊരു സിനിമയായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്തിനാണ് നമ്മളെപ്പോഴും വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ വാല്യൂ കേട്ടാൻ പോലും പറ്റാത്ത സിനിമകളൊക്കെ അതായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ പടം പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതൊരു പുതിയ സിനിമയായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു പുതിയ സിനിമ എനിക്ക് ക്ലിക്കായില്ല, എനിക്ക് വർക്കൗട്ടായിട്ടില്ല. പക്ഷെ കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻ പറയട്ടെ. സിനിമയിൽ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയ വേറൊരു ഫാക്ടർ പറയാം, അതാണ് ഇതിൻ്റെ മ്യൂസിക്, അതായത് സ്കോറ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിന്നൽ മുരളിയുടെ സോങ്സ് ഓർമ്മ വരും, ജോജി എന്ന സിനിമയിലെ സോങ്സ് ഓർമ്മ വരും, ആവേശം എന്ന സിനിമയിലെ സോങ്സ് ഓർമ്മ വരും. ക്രിസ്റ്റോ സേവിയർ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റോ സേവിയർ നമുക്കറിയാം സുഷിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ സുഷിൻ്റെ വർക്കുകളുടെ ഒക്കെ ഒരു റിസംബ്ലൻസ് ഈ ഒരു സിനിമയുടെ സ്കോറിൽ കാണാം. അതുപോലെ ഹാരി പോട്ടറിൻ്റെ തീം പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പല സിനിമകളുടെ എല്ലാത്തിൽ നിന്നും ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു അവില് പരുവത്തിൽ സ്കോർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ദൃശ്യം സിനിമയുടെ സ്കോറൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ റിപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, സ്വന്തമായിട്ട് ഒരു ഒറിജിനൽ സ്കോറൊക്കെ ചെയ്തുകൂടെ.
തിരക്കഥയുടെ ഒപ്പം തന്നെ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റും എനിക്ക് ദഹിച്ചിട്ടില്ല. ഒരു കോമഡി ജോണറിൽ അല്ലെങ്കിൽ കോമഡി രൂപത്തിൽ തുടങ്ങിയൊരു പടം അങ്ങനെ പോകുന്നൊരു പടത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു സീരിയസ് നോട്ടിലൊരു കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ ഓഡിയൻസ് കൺഫ്യൂസ്ഡ് ആവും. ഇതിന് ചിരിക്കണോ അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കണോ. അതായത് കോമഡി പറഞ്ഞ് നടന്നിരുന്ന ആൾ പെട്ടെന്നൊരു കില്ലറാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന ഒരാളായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ പോലും ഓഡിയൻസിന് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് ജസ്റ്റിഫൈഡ് ആവില്ല. അപ്പോൾ അതാണ് എനിക്ക് ആസ് എ പ്രേക്ഷകന് എനിക്ക് തോന്നിയൊരു കാര്യമാണത്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഹ്യൂമർ വർക്കൗട്ടായിട്ടുള്ള മെയിനായിട്ടുള്ള 2 ആക്ടേഴ്സ് ആരെന്ന് വെച്ചാൽ അഖില ഭാർഗവൻ ആൻഡ് പൂജ മോഹൻരാജ്. അഖില ഭാർഗവൻ നമുക്കറിയാം പ്രേമലു സിനിമയിൽ മമിതയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആക്ട്രസ്സാണ്. ആൻഡ് പൂജ മോഹൻരാജ് ഈസ് ആവേശത്തിലും രോമാഞ്ചത്തിലും നമ്മൾ കണ്ടിട്ടുള്ള നടിയാണ്. ഇവരുടെ കോമഡി ടൈമിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി, ഒരു കോമ്പിനേഷൻ സീനൊക്കെ വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ചിരി ഉണ്ടാക്കുന്ന സീൻസൊക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരുപാട് നല്ലപോലെ ചിരിക്കാനോ ഭയങ്കര ആസ്വദിച്ച് കാണാനോ പറ്റാത്തൊരു സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. സിനിമയുടെ സ്ക്രീൻ പ്ലേയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാണിക്കുന്ന ഒരു ചെക്ക് ഓഫ് ഗണ്ണുണ്ട്. അത് ലാസ്റ്റ് ഒരു പേ ഓഫ് പോലെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഭാഗ്യത്തിൻ്റെ സഹായം കൊണ്ട് മാത്രം പല കാര്യങ്ങളിലും ഒരു കോയിൻസിഡൻസ് പോലെയാണ് കഥയിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് തന്നെ. ഒരു ഡിറ്റക്റ്റീവ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ പോകുമ്പോൾ അവരെ പല സമയത്തും തുണയ്ക്കുന്നത് ഭാഗ്യം മാത്രമാണ്, അല്ലാതെ അവരുടെ ഒരു ഇൻ്റലിജൻസ് മാത്രമല്ല. അപ്പോൾ ഒരു ലക്ക് ഫാക്ടറിൽ പോകുന്നൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഹ്യൂമറും അധികം വർക്കൗട്ട് ആയിട്ടില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലോട്ടിന് എടുത്തിട്ടാണ് ഇവരിങ്ങനെ വേവിച്ച് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു 2.5 hours ഒരു ഒരു ആവറേജ് പടം കണ്ടു എന്നുള്ളൊരു ഫീല് മാത്രമേ എനിക്ക് എന്നിലത് അവശേഷിപ്പിക്കുന്നുള്ളൂ. ഞാനൊരു ബ്രില്യൻറ്റ് പടം കണ്ടു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതായിരുന്നു ഈ സിനിമേൻ്റെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരായിരിക്കാം, അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഇതിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റബിൾ ഫാക്ടർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു എനിക്ക് സിനിമേനെ പറ്റിയുള്ള ഒപ്പീനിയൻ. സിനിമ എല്ലാവരും അഭിനയിച്ചത് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ക്രീൻ പ്ലേയുടെ മോശം കൊണ്ട്, അതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് എന്നിൽ ഒരു ഫീലും ഉണ്ടാക്കാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടിരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.